ആരോഗ്യമേഖലയിൽ കിഫ്ബി പങ്കാളിത്തത്തോടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമസ്ത മേഖലയിലും വിജയക്കൊടി പാറിച്ച കിഫ്ബി ആരോഗ്യരംഗത്തും കയ്യൊപ്പ് പതിപ്പിച്ച് മുന്നേറുകയാണ്. ഒരു നാടിന്റെ ജനജീവിതത്തിന്റെ നെടും തൂണാണ് ആരോഗ്യമേഖല. ആതുര സേവനാലയങ്ങൾ എത്രമാത്രം വികസിക്കുന്നോ അത്രമാത്രം നാടിന്റെ ആരോഗ്യം ശക്തിപ്പെടും. ആരോഗ്യരംഗത്തെന്നും കേരളം 1-ാം സ്ഥാനത്താണ്. ആ 1-ാം സ്ഥാനം നിലനിർത്താൻ സർക്കാർ കൃത്യമായി ഇടപെടുന്നു. ഇടപെടലിന് താങ്ങായി ഇപ്പോൾ കിഫ്ബിയുമുണ്ട്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കിഫ്ബിയുടെ വികസന കൈത്താങ്ങുകൊണ്ട് പുതിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ തൃതീയ ആരോഗ്യ കേന്ദ്രം, മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഈ മാറ്റം ദൃശ്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കിഫ്ബിയാണ്. കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ മുഖച്ഛായ മാറ്റിമറിച്ചത്. ജില്ലാ ആശുപത്രികളിൽ കാർഡിയോളജി വിഭാഗം, കാത്ത് ലാബുകൾ ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിക്കേണ്ടി വന്നിരുന്ന കാലം മാറി. ഹൃദയ ചികിത്സയ്ക്ക് ഭീമമായ തുക ചെലവാക്കിയിരുന്നിടത്ത് സർക്കാർ ആശുപത്രികളിൽ കൂടി കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സാധിച്ചു. ആ മാറ്റത്തിന് താങ്ങായി കൂടെ നിന്നത് കിഫ്ബി. ഒരു കാലഘട്ടത്തിൽ, ഒരു 9 വർഷം മുൻപ് നമുക്ക് ജില്ലാ ആശുപത്രികളിൽ കാർഡിയോളജി വിഭാഗം, കാത്ത് ലാബുകൾ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കിഫ്ബിയിലൂടെയാണ് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ സ്ഥാപിക്കാനായിട്ടും ആൻജിയോപ്ലാസ്റ്റി, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്റർവെൻഷൻസ് നടത്തുവാനായിട്ടും കഴിഞ്ഞത്. 10,000 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സഹായത്തോടെ ആശുപത്രി മേഖലയിൽ നടത്താനായി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും ഇടപെട്ട കിഫ്ബി ക്യാൻസർ റിസർച്ച് സെന്ററുകളും മെഡിക്കൽ കോളേജുകളും രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നതിലും ഫണ്ട് നൽകി. എല്ലാ പൗരന്മാർക്കും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഇടത് സർക്കാരിന്റെ നയം. ആരോഗ്യമേഖലയിലെ കച്ചവടവത്കരണം സാധാരണക്കാരായ ജനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയ കാലത്താണ് 1-ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത്. ശേഷം ആരോഗ്യമേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് തന്നെയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ കേരളത്തിലെ ആശുപത്രികളെ പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിയലിനൊപ്പം നിന്നു കിഫ്ബി. അങ്ങനെ കേരളത്തിലെ ആരോഗ്യമേഖല വീണ്ടും മാതൃക സൃഷ്ടിച്ചു. വെറുതെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുകയല്ല കിഫ്ബി സഹായത്തോടെ ചെയ്യുന്നത്. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വികസനമാണ് സർക്കാർ ഓരോ ആശുപത്രിയിലും ലക്ഷ്യമിടുന്നത്. ഈ ഓരോ ആശുപത്രികളിലും നമ്മൾ കാണേണ്ടത് ഒരു കെട്ടിടം പണിത് പെയിന്റ് അടിച്ചു പോവുക മാത്രമല്ല, ബഹുനില കെട്ടിടങ്ങൾ ആധുനിക സൗകര്യങ്ങളോടെ അതും പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് നിർമ്മിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൂടി ഇവിടെ സാധ്യമാകുന്നുണ്ട്. ഇപ്പം കൊച്ചിൻ ക്യാൻസർ സെൻ്ററിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള സ്കാനിങ് മെഷീനുകളാണ് അവിടേക്ക് എത്തുന്നത്. മലബാർ ക്യാൻസർ സെൻ്ററിൽ ഈ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബഹുനില കെട്ടിടം, അവിടെ OP, പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏത് സ്വകാര്യ സംവിധാനങ്ങളെയും വെല്ലുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. ആരോഗ്യമേഖലയിലെ പുകൾപെറ്റ കേരള മോഡൽ ഒറ്റ രാത്രി കൊണ്ട് സാധ്യമായതല്ല. ആശുപത്രികൾ പടുത്തുയർത്തിയും മഹാമാരികളോട് പോരാടാൻ ആരോഗ്യപ്രവർത്തകരെ പ്രാപ്തരാക്കിയും മികച്ച ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചും ഘട്ടം ഘട്ടമായി നേടിയെടുത്തതാണ് നമ്മൾ ഈ ആരോഗ്യ കേരളത്തെ. അത് നിലനിർത്താൻ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയുള്ള കാതലായ മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു. കൊച്ചിൻ ക്യാൻസർ സെന്റർ അടക്കമുള്ള കിഫ്ബിയുടെ സഹായത്തോടെ നിർമ്മിച്ച വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നൂതന ചികിത്സാ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. എട്ട് ആശുപത്രികളിൽ
നിർമ്മാണം പൂർത്തിയാക്കി കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. അതിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരുണ്ട്, കോഴിക്കോട് ഫറൂഖുണ്ട്, ഇടുക്കിയിലെ അടിമാലിയുണ്ട്, തിരുവനന്തപുരത്ത് മലയിൻകീഴുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ആശുപത്രികളിൽ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട് നിർമ്മാണം പൂർത്തിയാക്കി നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടവയുണ്ട്. കഴിഞ്ഞ വർഷം അത് തൊട്ട് മുൻപ് ഉദ്ഘാടനം ചെയ്ത പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുണ്ട്. പൂർത്തീകരിച്ച ആശുപത്രികളുണ്ട്, ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടതിലാണ് ഇപ്പോൾ ഉടനെ 8 എണ്ണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സമഗ്ര വികസനമാണ് കിഫ്ബി സഹായത്തോടെ സാധ്യമായത്. ഫ്ലൈ ഓവറുകൾ, പുതിയ ബ്ലോക്കുകൾ, സ്കാനിംഗ് മെഷീനുകൾ, അങ്ങനെ സമഗ്ര വികസനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 600 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇല്ലാതിരുന്നത് ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു. കോവിഡ് കാലത്ത് ആ പ്രതിസന്ധിയുടെ തീവ്രത നാടറിഞ്ഞതാണ്. ആ ദുരവസ്ഥ മാറ്റാനായി ഇറങ്ങിത്തിരിച്ച സർക്കാർ പുതിയ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുകയാണ്. ആശുപത്രി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ കിഫ്ബി ധനസഹായം വലിയ കൈത്താങ്ങായി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നോക്കുക, നമ്മുടെ ഫ്ലൈ ഓവർ ഉൾപ്പെടെ അവിടുത്തെ റോഡുകൾ ഉൾപ്പെടെയുള്ളവ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ട പ്രോജക്റ്റിൻ്റെ ആദ്യ ഭാഗമാണ്. ബഹുമാനപ്പെട്ട CM ആണ് 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പുതിയ ബ്ലോക്ക് അവിടെ പൂർത്തിയായിട്ടുണ്ട്. സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങൾ, എക്യുപ്മെൻറ്റ്സ് അവിടെ ഇൻസ്റ്റോൾ ചെയ്യുകയാണ്, കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടതാണ്. സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മാണം ആരംഭിച്ച് കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ 600 കോടിയിലധികം രൂപയുടെ നിർമ്മാണം അനുവദിച്ചു. നിർമ്മാണം പൂർത്തിയാവുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മുഖച്ഛായ തന്നെ എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ്. 600-ലധികം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. കോഴിക്കോടും കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിരുന്നു. അങ്ങ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരെ. കാസർഗോഡ് നമുക്കിനി മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതിന് വേണ്ടി പണം അടച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടെ കിഫ്ബിയിലൂടെ 160 കോടിയിലധികം രൂപ അനുവദിച്ചുകൊണ്ട് ആണ് അവിടുത്തെ ആശുപത്രി കെട്ടിടം നമ്മൾ പൂർത്തീകരിക്കുന്നത്. കേരള സർക്കാരിന്റെ വലിയ സ്വപ്ന പദ്ധതികളിലൊന്നാണ് കോഴിക്കോട്ട് വരാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വലിയ ചിലവേറിയതാണ്. സാധാരണക്കാർക്ക് ഉതകും വിധം അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുക എന്നത് സർക്കാർ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നുണ്ട്. അതിലേക്കുള്ള വലിയ കാൽവയ്പാണ് ഈ സെന്റർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് കിഫ്ബിയിലൂടെ അനുവദിച്ചത് 567 കോടി രൂപയാണ്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു സെൻറ്റർ നമ്മൾ തുടങ്ങുന്നുണ്ട്, ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കോഴിക്കോടാണ് ആരംഭിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നതിന് അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ, അതോടൊപ്പം ഗവേഷണം ഇതിൻ്റെ ഭാഗമായിട്ട്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും വലിയ പണച്ചെലവുള്ള ശസ്ത്രക്രിയയാണ്. അവിടെ ജനകീയമായിട്ടുള്ളൊരു ബദൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള ആധുനികമായിട്ടുള്ള ഫെസിലിറ്റീസ് കിഫ്ബിയിലൂടെ ഒരുക്കിക്കൊണ്ടാണ്. 567 കോടി രൂപയാണ് മന്ത്രിസഭ കിഫ്ബിയിലൂടെ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. സർക്കാർ ആശുപത്രികളോട് മുഖം തിരിച്ചു നിന്നിരുന്ന വലിയൊരു വിഭാഗം ജനതയുണ്ടായിരുന്നു മുൻപ് നമ്മുടെ നാട്ടിൽ. അതിന് പ്രധാന കാരണം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പരാധീനതകളായിരുന്നു. കാലത്തിനൊപ്പം നീങ്ങാൻ നമ്മുടെ പല സർക്കാർ ആശുപത്രികൾക്കും സാധിച്ചിരുന്നില്ല. താലൂക്ക്, ജില്ലാ ആശുപത്രികളിൽ വികസന മുരടിപ്പ് പ്രകടമായിരുന്നു. ഈ അവസ്ഥ പൂർണ്ണമായും മാറ്റുക എന്നതായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികളിൽ ഒന്ന്. പക്ഷേ കൃത്യമായ ആസൂത്രണത്തിലൂടെ, നടത്തിപ്പിലൂടെ ഈ പ്രശ്നം സർക്കാർ പരിഹരിച്ചു. ഓരോ ആശുപത്രിക്കും എന്താണ് വേണ്ടത് എന്ന് വിലയിരുത്തി പദ്ധതികൾ രൂപീകരിച്ചു. ഓരോ പദ്ധതിയിലും കിഫ്ബി അതിന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു. ധനവിനിയോഗം വേഗത്തിലായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി. അങ്ങനെ ലോകോത്തര മാതൃകയിൽ ആശുപത്രി കെട്ടിടങ്ങളും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായി. നമ്മുടെ ആരോഗ്യമേഖല തലയെടുപ്പോടെ മുന്നോട്ട് കുതിക്കുകയാണ്.